ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നേപ്പാൾ പ്രധാനമന്ത്രി രാജിവെച്ചു. അദ്ദേഹം ദുബായിലോട്ട് കടന്നു കളഞ്ഞു, അതായത് ഓടിപ്പോയി. കാഠ്മണ്ഡു എയർപോർട്ടിൽ അപ്പോഴത്തെ പട്ടാളത്തെ വിന്യസിപ്പിച്ച് അവിടം വരെ പോയി. അദ്ദേഹം ഹെലികോപ്റ്റർ, ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും വന്ന്, ചിലപ്പോൾ ഇന്ത്യ തന്നെ അദ്ദേഹം ദുബായിലോട്ട് പോകും. പഴയ പോലെ ഇന്ത്യ ഇപ്രാവശ്യം ഷെയ്ഖ് ഹസീനയുടെ പോലെ ഇതെടുക്കത്തില്ല. കാരണം അത് എടുത്തതിൻ്റെ പേരിലാണ് അവിടെയുള്ള ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്തത്. കാരണം അത് വലിയ റിസ്ക് ഫാക്ടറാണ്. കാരണം നേപ്പാളി പ്രധാനമന്ത്രി ഇന്ത്യ അഭയം കൊടുക്കുന്നു, അതിനുശേഷം അവിടെയുള്ള ഇന്ത്യക്കാരെ, ബോർഡറിലുള്ള ഇന്ത്യക്കാരെ അറ്റാക്ക് ചെയ്യും. ഇത് ഗെയിം ചെറിയ ഗെയിമല്ല ഇത്. കാരണം ഒരു രാജ്യത്ത് അവിടുത്തെ ജനങ്ങളും ചെറുപ്പക്കാരും വിചാരിക്കുക ഈ രാജ്യത്തെ ഭരിക്കുന്നവരെ കറപ്റ്റഡാണ്, അവരെ കബളിപ്പിച്ചു, നെപ്പോട്ടിസം, ഹിപ്പോക്രസി, ഇതൊക്കെ വലിയ ഇഷ്യൂ ആണ് സംഭവം. അരാജകത്വം ഉണ്ടായിക്കഴിഞ്ഞ പ്രശ്നം. അപ്പം ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ വാൺ ചെയ്ത് ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ വോട്ട് ചോരി വലിയ ഇഷ്യൂ ആണ് ഇന്ത്യയിൽ. നേപ്പാളിന്റെ ബോർഡറാണ്, വലിയ ബോർഡറാണ് ബീഹാർ എന്ന് പറയുന്നത്. അതാണ് ഞാൻ കൃത്യമായിട്ട് ഇന്ത്യയിലെ ഗോദി മീഡിയ പറയുന്നതൊന്നുമല്ല സത്യം. 24 മണിക്കൂർ മോദി സ്തുതികളല്ല ആവശ്യം. ജനാധിപത്യ ഇന്ത്യക്ക് പലതും ആവശ്യമുണ്ട്. അത് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആണെങ്കിലും മറ്റു പല ആൾക്കാരും പറയുമ്പോൾ ആ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. തിരിച്ചടി കിട്ടും, വല്ലാത്ത അടി കിട്ടും. എന്താണ് ഉണ്ടായത്? അവരുടെ മന്ത്രിമാരുടെ വീടുകൾ ടോർച്ചർ ചെയ്തു, അത് കത്തിച്ചു കളഞ്ഞു, ബാൻഡ് ഔട്ട്. അതേപോലെ MLA-മാരെ തെരുവിലിട്ട് അടിക്കുന്ന വീഡിയോകൾ വരികയാണ്. ഇറങ്ങി ഓടുക, കുട്ടികളുമായിട്ട് അവരെങ്ങോട്ട് കടന്ന് ഇന്ത്യൻ ബോർഡർ കിടക്കുകയാണ്. ആ ഒരു സ്ഥിതിയിലാക്കിയതിൻ്റെ കാര്യം എന്താ? അത് ഒരു കാരണവശാൽ ആ സ്ഥിതിയിലോട്ട് സോഷ്യൽ മീഡിയ മാത്രമൊന്നുമല്ല ഇഷ്യൂ. അവിടെ ഉണ്ടായ ഒരു ഫോർമേഷനാണ് അഗേൻസ്റ്റ് കറപ്ഷൻ, അഗേൻസ്റ്റ് നെപ്പോട്ടിസം. കാരണം അവരുടെ ആൾക്കാർക്ക് വലിയ സ്വാധീനവും പരിപാടികളും ഒക്കെ നടക്കുന്നു. ഗവൺമെന്റിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവനെ പിടിച്ചകത്തിടുക, അവനെതിരെ കള്ളക്കേസ് എടുക്കുക. അതായത് കംപ്ലീറ്റ് ജനാധിപത്യം അടിച്ചങ്ങമർത്താൻ ശ്രമിച്ചു. ഇത് മോദിക്കും താക്കീതാണ്. ബേസിക്കലി 24 മണിക്കൂറും സ്തുതി പാടുന്ന മീഡിയ മാത്രം പോരാ. തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ പ്രതിപക്ഷമാണെങ്കിലും മറ്റുള്ള മീഡിയ പറയുവാണെങ്കിലും അതും കൂടെ ശ്രദ്ധിക്കണം. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. വലിയൊരു ജനാധിപത്യ രാജ്യമാണ്. ഇതൊന്നും ഇന്ത്യയിൽ ഉണ്ടാകാൻ വലിയ സമയമൊന്നും വേണ്ട. നിങ്ങൾ ഇതിനെ ഡീപ് സ്റ്റേറ്റിനോ അപ് സ്റ്റേറ്റിനോ എന്ത് സ്റ്റേറ്റ് എന്തോ പറഞ്ഞു. പക്ഷെ ഞാൻ കൃത്യമായിട്ട് പറയും, ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും വളരെ പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പെട്ടെന്ന് ഇന്റർവീൻ ചെയ്ത് കാര്യങ്ങൾ ശരിയാക്കി കൊണ്ടുപോയിക്കോളാം. അല്ലെങ്കിൽ നേപ്പാൾ മുമ്പിലിരിക്കുന്ന കറക്റ്റ് പാഠമാണ്. അവിടെ ജീവിക്കാൻ പോലും പറ്റത്തില്ല. ഈ രാഷ്ട്രീയം അവരുടെ പാർട്ടി ഓഫീസിൽ അടിച്ചു പൊളിച്ചു, അത് നാശമായി. നേപ്പാളി കോൺഗ്രസ് അവരുടെ ഘടകകക്ഷി, അവരുടെ നശിപ്പിച്ചു. അവിടുത്തെ പട്ടാളം നേരിട്ട് വന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ. എന്നിട്ട് പ്രധാനമന്ത്രി തന്നെ പട്ടാളത്തോട് പറയാണ് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യാൻ. ഇതാണ് ഇഷ്യൂ. ഇതാണ് പറഞ്ഞത്, ജനത്തെ തോൽപ്പിച്ച് അവരെ അടിച്ചമർത്തി അവരെ നശിപ്പിച്ച് ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ജനാധിപത്യം. ഇത് ഇറാനൊന്നും അല്ല, അറേബ്യൻ രാജ്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ജനാധിപത്യം അനുഭവിച്ച രാജ്യത്തെ യുവതലമുറ അവർക്ക് ഈ പറയുന്ന നിങ്ങൾ ഈ കൊട്ടി ആഘോഷിക്കുന്ന നാഷണലിസവും താല്പര്യമൊന്നുമില്ല. അവർ നാഷണലിസ്റ്റ് ഒക്കെ ഉണ്ട്, അവർക്ക് പാട്രിയോട്ടിക്കാണ്. കാരണം നേപ്പാളിൽ കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യയെക്കാളും പാട്രിയോട്ടിസം ഉള്ളവനാണ് നേപ്പാളി കമ്മ്യൂണിറ്റി നേപ്പാളിനോട്. പക്ഷെ അവൻ്റെ കാര്യത്തോട് കയറി അവൻ്റെ ഹോപ്പും പ്രതീക്ഷയും മാറ്റിക്കഴിഞ്ഞിട്ട് വെറുതെ തള്ളും ഗോദി മീഡിയ മാത്രമാണെങ്കിൽ അവൻ എങ്ങനെ തിരിച്ചടിക്കുമെന്നുള്ളത് കണ്ടോണം. അതിനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പോലും ഗവൺമെന്റിനും ഗവൺമെന്റ് ഫോഴ്സിനും ആർമിക്ക് പോലും കഴിഞ്ഞില്ല. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഇന്ത്യയിൽ നിർഭയ ഇഷ്യൂ ആണ്. നമ്മുടെ ഡൽഹിയിൽ ആ റാലി കയറി വന്നപ്പോൾ ഞാൻ ഭയന്ന് പോയി. ചിലപ്പോൾ ഇത് കയറി സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും പിടിച്ചടക്കുമോ. പിന്നീട് ഗവൺമെന്റ് പെട്ടെന്ന്, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് പെട്ടെന്ന് സംഭവത്തിലോട്ട് ഇടപെടാൻ തുടങ്ങി. ആൾക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. കാരണം തെറ്റുകൾ തിരുത്താൻ തുടങ്ങി. പെട്ടെന്ന് ലോ കൊണ്ടുവരുന്നു, അത് കൊണ്ടുവരുന്നു, ഇത് കൊണ്ടുവരുന്നു. പിന്നെ ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് വരുന്നു, പലതും കയറി അങ്ങ് വരികയാണ്.
അവിടെ പിന്നീട് ഗവൺമെൻറ്, മൻമോഹൻ സിംഗ് ഗവൺമെൻറ് വലിയ രീതിയിൽ തോറ്റുപോയി. ഈ അങ്ങനെ ഉണ്ടായ ഒരു പ്രോഡക്റ്റാണ് മോദിയും BJPയും ഇന്ത്യയിൽ. അത് ആദ്യം അങ്ങ് മനസ്സിലാക്കുക. അതിനെ തകർത്ത് കളയാൻ ഈ മൂവ്മെൻറ്റ് തന്നെ മതി, ഈ സോഷ്യൽ മീഡിയ മൂവ്മെൻ്റ് ഒക്കെ മതി. ഇതിനകത്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റയും യൂട്യൂബും ഇതൊന്നും ബാൻ ചെയ്യുക, അതൊരു ഘടകമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതേപോലെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലോട്ട് ഇന്ത്യ പോവുകയാണ്. അതിനെ ഇവിടുത്തെ അർണബ് ഗോസ്വാമിയും ഗോദി മീഡിയകൾ ഡീപ് സ്റ്റേറ്റ് എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവർക്ക് ഡീപ് സ്റ്റേറ്റിനെ പറ്റിയൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് തലമുറയ്ക്ക്, അതായത് ജോലിയില്ല. കാരണം അവിടുത്തെ എഡ്യൂക്കേഷൻ മുഴുവൻ ഷാമ്പിളായിപ്പോയി, നാശമായിപ്പോയി. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കേരളത്തിൽ ഒത്തിരി പേര് അവിടെ മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കാൻ പോകുന്നവരുണ്ട്. അപ്പോൾ അവിടുത്തെ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായിട്ടൊക്കെ നശിച്ചു. ഇതൊക്കെ വലിയ ഘടകമാണ്. നിങ്ങൾ ചെറുപ്പക്കാരുടെ ആസ്പിറേഷനും ആസ്പിറേഷനിൻ്റെ ഉണ്ട്, ആംഗ്രി ഇന്ത്യൻസ് ഉണ്ട്. ഇതിനെ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കണം. ഇവർക്ക് നിങ്ങൾ പശുവെന്നോ ചാണകമെന്നോ പശുവിൻ്റെ മൂത്രമെന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ലേ വരും. ഇവർക്കൊന്നും താല്പര്യമൊന്നുമില്ല ആ വിഷയത്തോടൊന്നും. അതും പൊക്കി കിടക്കുന്ന കുറച്ച് കിഴങ്ങന്മാരുണ്ട്, അവന്മാർക്കാണ് താല്പര്യം. അതായത് പാട്രിയോട്ടിക് പശു, ചാണകം, മൂത്രം എന്നൊക്കെ പറഞ്ഞാൽ അവർക്കാണ് താല്പര്യം. യഥാർത്ഥ ഇന്ത്യക്കാരൻ എന്ത് പശുവാണ് ആലോചിച്ച് നോക്കുന്നുണ്ട്. അവൻ്റെ ഫ്യൂച്ചറും ഭാവിയും മാത്രമേ ഉള്ളൂ. ചാണകവും പശുവെന്നും പറഞ്ഞു നടക്കുന്ന കുറച്ച് പരമ പൊട്ടന്മാരുണ്ട്. അതൊന്നും ഈ മാസീവായിട്ടുള്ള ജനങ്ങൾ അംഗീകരിക്കത്തില്ല. അവരുടെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ അവർക്ക് ജോലി ചെയ്യണം, ജീവിക്കണം, സ്വസ്ഥമായിട്ട് കഴിയണം. അവരെ കബളിപ്പിക്കരുത്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഈ ചോരിയും പരിപാടിയൊന്നും ഇതൊക്കെ പബ്ലിക്ക് വന്ന സമയത്ത് പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് അതിനൊരു സൊല്യൂഷനും എൻക്വയറി ഉണ്ടാക്കണം. അതിന് തിരിച്ച് പപ്പു ഗിപ്പു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടും. മനസ്സിലാക്കുക, തിരിച്ചടി കിട്ടും. അതാ പറഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇന്ത്യൻ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർ ജനാധിപത്യത്തിൽ ജീവിച്ച് വളർന്നവരാണ്. ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞ ഡിജിറ്റൽ ജനറേഷനാണ്. ഇവരോടൊന്നും ഈ പറയുന്ന ന്യായീകരണവും വങ്കത്തരവും വെണ്ടത്തരവും തള്ളുവെന്നും പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തൊന്നുമില്ല. അവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. നിങ്ങൾ അത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്കറിയാം. ഇന്ത്യയിലെ തൊഴിലവസരം കുറയുന്നതറിയാം. ഓരോന്നും മാറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ ഫ്യൂച്ചർ അവർക്ക് വലിയ പ്രശ്നമാണ്. അതിനെ നേരെ ചൊവ്വേ കൊണ്ടു നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഗവൺമെൻറ് ഫെയിലിയർ ആയിപ്പോയി. നിങ്ങൾ എത്ര തള്ളിയാലും നടക്കത്തില്ല. നിങ്ങൾ സിന്ദൂർ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്തെ കള്ളത്തരം ഓരോ ചെറുപ്പക്കാർക്കറിയാം എത്ര എണ്ണം പോയെന്ന്, എന്താ സംഭവിച്ചെന്ന്. അതിനകത്ത് രാഷ്ട്രീയം അറിയാം. ഇതൊക്കെ അവർക്കറിയാം. അവരൊന്നും അത്ര പൊട്ടന്മാരൊന്നും അല്ല. ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഹൈപ്പർ നാഷണലിസം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പൊട്ടന്മാരാക്കും. യഥാർത്ഥമൊന്നുമല്ല. അവർക്കിതൊക്കെ അറിയാം എന്താണ് സംഭവിച്ചത്. നിങ്ങൾ എത്രമാത്രം മൂടി വെക്കാൻ ശ്രമിക്കും അത്രമാത്രം പുറത്തോട്ടുകാർ. അതാണ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ സാധനം ആവശ്യമാണ്. നേപ്പാളാണ് ക്ലാസിക് എക്സാമ്പിൾ. ഗവൺമെൻറ് മുഴുവനും മറച്ചു വെച്ചു. അവരുടെ കപടതകളും കള്ളത്തങ്ങളും കാണിക്കുന്ന എത്ര ജേർണലിസ്റ്റുകളെയാണ് നേപ്പാളിൽ അറസ്റ്റ് ചെയ്തേക്കുന്നത്? എത്ര പേരെ അറസ്റ്റ് ചെയ്ത് പബ്ലിക് സോഷ്യൽ മീഡിയ വരെ പോസ്റ്റ് ഇടുന്നവരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിനൊക്കെ പരിധിയുണ്ട്. ഇന്ന് ഓടി ഓട്ടം കണ്ടോ? മന്ത്രിമാരും MLA-മാരും അവിടുത്തെ MP-മാരും ഓടി ഓട്ടം കണ്ടോ? അവിടുത്തെ സീനിയറായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ചില വീഡിയോയ്ക്ക് ചവിട്ടി തെറിപ്പിക്കുന്ന സീനുണ്ട്. അവരുടെ കുടുംബത്തെ പബ്ലിക്കിന് മുമ്പിച്ച് ആൾക്കൂട്ടം കയറി അടിക്കുന്ന സീനുണ്ട്. ഒത്തിരി പേര് കൊല്ലപ്പെട്ട്, ഏകദേശം 100-150 പേരാണ് കൊല്ലപ്പെട്ടേക്കുന്നത്. യഥാർത്ഥ കണക്കുകളൊക്കെ വരാൻ ഒത്തിരി പേര് ഇൻജേർഡ് ആയിട്ടുണ്ട്. ജനങ്ങളെ ഇളക്കരുത്. ഇളക്കിയാൽ അവൻ തിരിച്ചടിക്ക് താങ്ങാൻ ഒരാളെ കൊണ്ടും പറ്റത്തില്ല. ഒരു പട്ടാളത്തെ കൊണ്ടും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ഇത് ജനാധിപത്യ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ അതൊന്നും സംഭവിക്കാൻ വലിയ ആനക്കാര്യം ഒന്നുമല്ല. അപ്പോഴേ ഇന്ത്യൻ പട്ടാളം എന്ന് പറഞ്ഞ് ഇന്റേണൽ സെക്യൂരിറ്റി അല്ല, എക്സ്റ്റേണൽ സെക്യൂരിറ്റിയാണ് അവരുടെ മേജർ സംഭവം. ഇന്റേണൽ സെക്യൂരിറ്റി ഗവൺമെൻറ് നടത്തിക്കൊണ്ടു പോകണം. വല്ലാത്ത ക്രൈസിസിലൊക്കെ മാത്രമേ വിളിക്കത്തുള്ളൂ. അതായത് എല്ലാത്തിനെയും പൊളിറ്റിസൈസ് ചെയ്ത് നാശമാക്കാൻ ശ്രമിക്കരുത്. ആ നാശമാക്കി ഹൈപ്പർ പാട്രിയോട്ടിസം കൊണ്ടുവന്ന് ഇന്ത്യയെ നാശമാക്കിയാൽ ഇതേ അനുഭവം ഇന്ത്യയിലുണ്ടാകും. നേപ്പാൾ നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ആ പാഠം ഉൾക്കൊണ്ട് തെറ്റുതിരുത്തി പോകുന്നതാണ് ഇന്ത്യക്ക് ഏറ്റവും നല്ലത്.